ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫുൾ സ്റ്റാക്ക് സൊല്യൂഷൻസ്. നമ്മളിന്നൊരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്, ജോബ് ഹണ്ടിങ് സീരീസ്. ഈ സീരീസിൽ ജോബ് സെർച്ചിങ് റിലേറ്റഡ് കണ്ടൻ്റ് ആയിരിക്കും. എസ്പെഷ്യലി മെയിൻ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിന് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള കണ്ടൻ്റ് ആയിരിക്കും. സോ അതായത് നിങ്ങളിപ്പോൾ മെയിൻ സ്റ്റാക്ക് പഠിക്കാൻ പോകുന്നവരാണെങ്കിലും അത് പഠിച്ചു കഴിഞ്ഞ് ജോബ് സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്തവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്, ജോബ് സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സ്കില്ല് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നിലവിലുള്ള ജോബ് മാർക്കറ്റിലുള്ള റിക്രൂട്ടേഴ്സ് ചോദിക്കുന്ന എന്തൊക്കെ സ്കില്ലാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിന് നിലവിലുള്ള സാലറി ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളത്, ഈ പറയുന്നത് പോലെ ചില IT ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നത് പോലെ 10 ലക്ഷം 15 ലക്ഷം ഒക്കെ ഫ്രഷേഴ്സിന് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫ്രഷറായിട്ട് ഏത് പാക്കേജിൽ കയറുന്നതായിരിക്കും ബെറ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ലേൺ ചെയ്യുന്ന സ്റ്റുഡൻസിന് എങ്ങനെയാണ് കമ്പനീസിൽ നിന്നുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ആരെങ്കിലും ഇപ്പോൾ സെൽഫ് ലേൺ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒരു മെൻറ്ററിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെൻറ്ററിങ് പ്രോഗ്രാമിനെ കുറിച്ചും നമ്മളിതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്കിൽസ് എന്തൊക്കെ വേണമെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ സ്റ്റാക്ക് പറയുന്ന സ്റ്റാക്കിൻ്റെ എല്ലാം ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സ്റ്റാക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഓരോ ഷീറ്റിലും കൊടുത്തിട്ടുണ്ട്. സപ്പോസ് ഇവിടെ ജാവാസ്ക്രിപ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ടോപ്പിക്സ് 3 സെക്ഷനായിട്ടാണ് കൊടുത്തതാണ്: ഫണ്ടമെൻ്റൽ, ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്ന രീതിയിൽ. സോ അതിൽ നമ്മൾ ഫണ്ടമെൻ്റൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിക്സ് നിങ്ങൾക്ക് കിട്ടും. ഓർഗനൈസ് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ ടോപ്പിക്സും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അത് ടിക്ക് ഇടാം. ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അതിൻ്റെ കൗണ്ട് ഇവിടെ കാണിക്കും. കവർ ചെയ്ത ടോപ്പിക്കും പെൻഡിങ്ങും കാണിക്കും, അതുപോലെ സ്റ്റാറ്റസും. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്സിൻ്റെ പഠിക്കാനുള്ളതിൻ്റെയൊക്കെ സ്റ്റാറ്റസും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ മെയിൻ സ്റ്റാക്ക് ഡെവലപ്പറായിട്ട് ജോബ് നോക്കുന്ന സമയത്ത് മെയിൻ സ്റ്റാക്കിൻ്റെ മാത്രം സ്കില്ലുള്ളതുകൊണ്ട് ജോബ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ മെയിൻ സ്റ്റാക്കിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡെവോപ്സിൻ്റെ ഫണ്ടമെൻ്റൽസും കൂടി കവർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗ്ലിംഗ് ഇല്ലാതെ നിങ്ങൾ പെട്ടെന്ന് ഒരുപാട് ഡിലേ ആവാതെ ജോബ് കിട്ടുള്ളൂ. മെയിൻ സ്റ്റാക്കിലെ ഫ്രണ്ട് എൻഡിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ആണ്. അതായത് HTML ആണ് നമ്മൾ വെബ് പേജിൻ്റെ സ്ട്രക്ചർ, CSS സ്റ്റൈലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ജാവാസ്ക്രിപ്റ്റ് ഡൈനാമിക് ആക്കാനും ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് HTML, CSS ഒന്നും ഫുൾ കവർ ചെയ്യേണ്ട കാര്യമില്ല. ഒരു 50-60% കവർ ചെയ്തിട്ട് നിങ്ങൾ 2 സ്റ്റാറ്റിക് ആയിട്ടുള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം പിന്നെ ജാവാസ്ക്രിപ്റ്റിലേക്ക് അടക്കാം. ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫ്രണ്ട് എൻഡിൽ എങ്ങനെയാണ് യൂസ് ചെയ്യണത്, പിന്നെ ബേസിക് വേരിയബിൾസ്, പിന്നെ ലൂപ്സ്, പിന്നെ പിന്നെ ഫങ്ഷൻസ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. അതിനുശേഷം നിങ്ങൾ സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ലൈബ്രറീസോ ഫ്രെയിംവർക്കോ ഏതെങ്കിലും പഠിക്കാം. അതിൽ ബൂട്ട്സ്ട്രാപ്പും ജേക്വറി ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, അത് ഔട്ട്ഡേറ്റഡ് ആണ്. അത് ലെഗസി പ്രോജക്റ്റിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നുള്ളൂ, അതായത് ഓൾഡ് പ്രോജക്റ്റിലൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് Tailwind, CSS പോലുള്ള യൂട്ടിലിറ്റി ക്ലാസ് ഫ്രെയിംവർക്കുകളാണ്. സോ അത് കവർ ചെയ്യാം. അതുപോലെ ഷാർട്ട് സീൻ ഉണ്ട്, മെറ്റീരിയൽ UI, അസിസ്റ്റേണിറ്റി UI എന്നൊക്കെ പറഞ്ഞിട്ട് അത് നോക്കുക. കാരണം ഒരു ജോബ് ഹണ്ടിങ്ങിൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്. ചുമ്മാ അതായത് പെട്ടെന്ന് നിങ്ങൾ ടോപ്പിക്കെല്ലാം കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൂട്ട്സ്ട്രാപ്പും ജേക്വറി എല്ലാം കവർ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ജാവാസ്ക്രിപ്റ്റിൻ്റെ നമ്മൾ ഫണ്ടമെൻ്റൽ നോക്കിയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളും നോക്കാം. ടോപ്പിക് ഏതാണെന്നുള്ളതെല്ലാം എക്സൽ ഷീറ്റിലുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾ കവർ ചെയ്യാൻ നോക്കാം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സൽ ഷീറ്റിൽ ആഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ജാവാസ്ക്രിപ്റ്റ് അഡ്വാൻസ്ഡ് ടോപ്പിക്ക്
കവർ ചെയ്തതിന് ശേഷം ഗിറ്റിൻ്റെ കാര്യങ്ങൾ പഠിക്കാം. ഗിറ്റ് ടൂളുണ്ട്, അതുപോലെ തന്നെ ഗിറ്റ് ഹബ് ഉണ്ട്. നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന പ്രോജക്റ്റും കാര്യങ്ങളും ഗിറ്റ് ഹബിലോട്ട് പുഷ് ചെയ്യാൻ നോക്കാം. കുറേ കമാൻഡുകളും കാര്യങ്ങളും പഠിക്കാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇനി ഫ്രണ്ട് എൻഡ് കഴിഞ്ഞാൽ ബാക്ക് എൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ നോഡാണ് യൂസ് ചെയ്യുന്നത്. നോഡിന്ന് ബാക്ക് എൻഡിൽ ജാവാസ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോഡ് യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ നമുക്ക് എക്സ്പ്രസ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ട് ബാക്ക് എൻഡ് API എല്ലാം സിമ്പിളായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പഠിക്കാം. പിന്നെ ഉള്ളത് പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ബാക്ക് എൻഡ് ഡെവലപ്പറായിട്ട് ജോലി കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ ഫ്രണ്ട് എൻഡ് ഉണ്ടാവില്ല. അവിടെ ഫ്രണ്ട് എൻഡിന് പകരം പോസ്റ്റ്മാൻ ടൂളായിരിക്കും ടെസ്റ്റിങ്ങിനും ഡോക്യുമെൻറ്റേഷനും എല്ലാം യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ ഇനി ഓതൻറ്റിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം JWT ടോക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കവർ ചെയ്യാം. പിന്നെ സോക്കറ്റ് IO ഉണ്ട് റിയൽ ടൈം കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. അതൊക്കെയാണ് ബേസിക്കായിട്ട് ബാക്ക് എൻഡിൽ വരുന്നത്. ഇനി ഡാറ്റാബേസിൻ്റെ പാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് 2 തരം ഡാറ്റാബേസാണുള്ളത്. NoSQL ഡാറ്റാബേസും SQL ഡാറ്റാബേസും. NoSQL MongoDB തന്നെയാണ് ഇപ്പോൾ കമ്പനീസ് കൂടുതലും ചോദിക്കുന്നത്. പിന്നെ SQLിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളത് MySQLും Postgres ആണ്. അതിൽ Postgres ആണ് കൂടുതലും കമ്പനീസ് ഡിമാൻഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ NoSQL MongoDBയും SQL Postgres കവർ ചെയ്യാം. പിന്നെ ഉള്ളത് നമ്മൾ ഫ്രണ്ട് എൻഡിൽ ഒരു ഏതെങ്കിലും ലൈബ്രറി യൂസ് ചെയ്യണം. അതായത് നമുക്ക് കുറച്ചുകൂടി സിംഗിൾ പേജ് ആപ്ലിക്കേഷനുകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാവാസ്ക്രിപ്റ്റിൻ്റെ ലൈബ്രറി ഉണ്ട്. അതാണ് റിയാക്റ്റ് എന്ന് പറയുന്നത്. റിയാക്റ്റ് എല്ലാ കമ്പനീസും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. കൂടുതൽ കമ്പനീസും റിയാക്റ്റ് ആണ് ഡിമാൻഡ് ചെയ്യണത്. റിയാക്റ്റ് പഠിക്കണമെന്ന് തന്നെ നിങ്ങൾ അതിന് ഡാറ്റ ഫെച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ആക്സിയോസ് എന്ന് പറഞ്ഞ ലൈബ്രറിയും പിന്നെ റിയാക്റ്റ് ബിൽഡ് ചെയ്യണ സമയത്ത് അത് പെട്ടെന്ന് നമുക്ക് ഡാറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫയർബേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലൗഡ് ഡാറ്റാബേസ് ഉണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാം. അത് അങ്ങനെ നിങ്ങൾ ഒരു മെൻസ്റ്റാക്ക് പ്രോജക്റ്റ് ബിൽഡ് ചെയ്യാം. ദെൻ അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ DSA ടോപ്പിക്സും കവർ ചെയ്യണം. DSAയിൽ അറേ, ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, ഹീപ്പ്, ട്രീ, ഗ്രാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം ഇൻ്റർവ്യൂവിന് അവർ ചോദിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കോഡിങ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡ് കോഡ്, ഹാക്കർ റാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം കാര്യങ്ങളുണ്ട്. അതിൽ കോഡ് ചെയ്ത് ഒരു പ്രാക്ടീസ് ചെയ്യാം. മെഷീൻ ടെസ്റ്റിൽ ലീഡ് കോഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അവർ ചോദിക്കുന്നത്. അതുപോലെ തന്നെ റിയാക്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് റിയാക്റ്റിൻ്റെ മേൽ ബിൽഡ് ചെയ്ത ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്, Next.js എന്ന് പറഞ്ഞിട്ട്. Next.js കവർ ചെയ്യാം. അതിന് മുന്നേ നിങ്ങൾ ടൈപ്പ് സ്ക്രിപ്റ്റ് പഠിക്കണം. കാരണം Next.js കൂടുതലും യൂസ് ചെയ്തിട്ട് പ്രോജക്റ്റ് ബിൽഡ് ചെയ്യണത് ടൈപ്പ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ടൈപ്പ് സ്ക്രിപ്റ്റും കാര്യങ്ങളും പഠിക്കാം, Next.jsഉം കവർ ചെയ്യാം. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മെൻസ്റ്റാക്ക് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ മെൻസ്റ്റാക്ക് മാത്രം പഠിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ജോബ് കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ ഡെവോപ്സിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളും പഠിക്കണം. ഡെവോപ്സിൽ ഒരു പ്രോജക്റ്റ് എങ്ങനെയാണ് ഒരു പ്ലാറ്റ്ഫോമിൽ ഹോസ്റ്റ് ചെയ്യണം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും, അതായത് AWS ഗൂഗിളിലൊക്കെ ഉണ്ട്. സോ അതിൽ എങ്ങനെയാണെന്നുള്ളതും അവിടുത്തെ പിന്നെ അതിൻ്റെ ലോഡ് ബാലൻസിങ്ങും കാര്യങ്ങളും, Nginx എന്ന് പറഞ്ഞിട്ടുള്ള പ്രോക്സി സെർവർ ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഡിപ്ലോയ് ചെയ്യുന്നത് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഡോക്കറൈസേഷനും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡോക്കർ പഠിക്കാം, ക്യൂബർനെറ്റീസ് ഉണ്ട് കണ്ടെയ്നർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറേ കൺസെപ്റ്റുകളും നിങ്ങൾ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്നുണ്ട്. ക്ലീൻ ആർക്കിടെക്ചർ, പിന്നെ മൈക്രോ സർവീസ്, സോളിഡ് പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഡെവോപ്സിൻ്റെ പാർട്ടിൽ നിങ്ങൾ അതും കൂടിയും കവർ ചെയ്യാം. ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ഈ പറഞ്ഞ പോലെ AWS, ഗൂഗിള്, പിന്നെ കുറച്ചുകൂടി ഈസി ആയിട്ടും ഫ്രീ ആയിട്ടും നമുക്ക് ഡെപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വെർസലുണ്ട്, റെൻഡറുണ്ട്, അതൊക്കെ പഠിക്കാം. അതുപോലെ തന്നെ ഗിറ്റ് പൈപ്പ് ലൈൻ, CI/CD ഇവ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഡെവോപ്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ബേസിക്കും കവർ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ മെയിൻ സ്റ്റാക്ക് പ്ലസ് ഡെവോപ്സ് എന്ന രീതിയിൽ നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യാം. നിങ്ങളൊരു CV ബിൽഡ് ചെയ്യാം. CV ബിൽഡ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളതായിരിക്കും അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു മെയിൻ സ്റ്റാക്ക് ഡെവലപ്പറിന് ആപ്റ്റായിട്ടുള്ള ഒരു റെസ്യൂമും കാര്യങ്ങൾ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളത് നെക്സ്റ്റ് എപ്പിസോഡിൽ നോക്കാം. അതിനുശേഷം നിങ്ങൾ റെസ്യൂമെ ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യാം. നിങ്ങൾ മെയിൻ സ്റ്റാക്ക് പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങളൊരു 8-10 മാസം ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്കില്ലെല്ലാം ബിൽഡ് ചെയ്യാവുന്നതുള്ളൂ. അതിനുശേഷം നിങ്ങൾ ജോബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സാലറി പാർട്ടിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഒരു ഫ്രഷായിട്ടായിരിക്കും
ജോബിന് അപ്ലൈ ചെയ്യണത്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ സാലറി ഒരുപാട് ഹൈ സാലറി ചോദിക്കാതിരിക്കാം. നിങ്ങളൊരു ഇപ്പം നിലവിൽ ഒരു സാലറി ട്രെൻഡ് അനുസരിച്ച് ഒരു മന്ത്ലി ആണെങ്കിൽ ഒരു 20,000 to 30 ആണ് ആസ് എ ഫ്രഷർ കിട്ടുള്ളൂ. LPA പറയുകയാണെങ്കിൽ അത് ഇയർലി പറയുകയാണെങ്കിൽ 3 to 4 LPA അങ്ങനെയാണ് ഇപ്പോൾ സാലറി റേഞ്ച് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇനീഷ്യലി ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഫ്രഷറായിട്ട് നിങ്ങൾ ജോബ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യമേ കയറി 10 LPA 15 LPA ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. ചിലപ്പോൾ നിങ്ങളൊരു 100 പേരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് 1-2 പേർക്കൊക്കെ അങ്ങനെ സാലറി കിട്ടിയെന്ന് വരാം. അപ്പം അങ്ങനെ ഇപ്പോൾ ചില IT ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പറയുന്നത് പോലെ 10 LPA എന്നൊക്കെ പറയുന്നത് ഒരു 100 പേരിൽ ചിലപ്പോൾ ഒരു 4-5 പേർക്കാണ് കിട്ടിയിട്ടുണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും അവർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണത്. സോ അത് കണ്ടിട്ടായിരിക്കും നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ജോയിൻ ചെയ്യണത്. സോ അതുപോലെയൊന്നും അങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഓക്കെ, ഒരു ആവറേജ് കേസ് പറയുകയാണെങ്കിൽ ഒരു ഒരു മന്ത്ലി പറയുകയാണെങ്കിൽ 20 to 30,000 ആണ് ആസ് എ ഫ്രഷർ. മെയിൻ സ്റ്റാക്കും അതുപോലെ തന്നെ ഡെവോപ്സിൻ്റെ ബേസിക് സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ. ഒരു 8-10 മാസം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറാൻ നോക്കാം. ഇത്ര സ്കില്ലുണ്ടെങ്കിൽ ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. കാരണം മെയിൻ സ്റ്റാക്കിൻ്റെ സ്കില്ലുണ്ട്, ഡെവോപ്സിൻ്റെ സ്കില്ലുണ്ട്, അതുപോലെ തന്നെ സാലറി നമ്മൾ ഈ റേഞ്ചിലും ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോലിക്ക് കയറാൻ പറ്റും. അതിനുശേഷം അവിടെ ഒരു വർഷം 1.5 വർഷമൊക്കെ ജോലി ചെയ്തതിന് ശേഷം നമുക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു 6 ലക്ഷം 10 ലക്ഷം സാലറിയിലൊക്കെ നമുക്ക് കയറാൻ പറ്റും. ഇനി പറയാനുള്ളത് ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ്. അതിൽ സെൽഫ് ലൈൻ വെബ് ഡെവലപ്പേഴ്സും മെൻറ്റേഴ്സും ഒക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. സോ നിങ്ങൾ മെയിൻ സ്റ്റാക്ക് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ലിങ്ക് വഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ലൈൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ടെക് റിവ്യൂവും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക് റിവ്യൂവും അതുപോലെ തന്നെ മെൻറ്ററിങ്ങും കാര്യങ്ങളും കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ സെൽഫ് ലൈൻ ചെയ്യുന്ന ആളുകളായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ഡെയിലി വന്നിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വന്നിട്ട് ഒരു 1 hour ഒക്കെ വന്നിട്ട് ഡിസ്കസ് ചെയ്യാം. അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ടെക് റിവ്യൂവും പിന്നെ കൊളാബറേറ്റീവ് ലേണിങ്ങിനെല്ലാം വേണ്ടിയിട്ട് ഈ നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾ എങ്ങനെ ഒരു നല്ലൊരു CV റൈറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് എപ്പിസോഡിലുള്ള വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.